ഭാഗമാണ് നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആകയാൽ ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരുതനായ യേശു ക്രിസ്തു നമുക്കുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ലേവ്യ പൗരോഹിത്യ പ്രകാരമുള്ള എല്ലാ മഹാപുരോഹിതന്മാരും വർഷത്തിലൊരിക്കൽ ആദിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത് തിരുശീലയിൽ കൂടെയാണ്. തിരുശീലയുടെ അപ്പുറത്തേക്ക് അവർ പോയിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രമാണ് അങ്ങനെ പോയിരുന്നത്. അവര് അവിടെ ദൈവത്തിന്റെ പ്രസാദമുള്ള ആ രക്തവുമായിട്ട് അവിടെ കയറിയിരുന്നു. അവര് ഒരിക്കലും അവിടെ ഇരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ നിൽക്കുമായിരുന്നു. നിന്നുകൊണ്ടാണ് അവരുടെ പ്രവൃത്തി ചെയ്തിരുന്നത്. എന്നിട്ട് അവർ തിരികെ ഇറങ്ങി വരും. പിന്നെ അടുത്ത വർഷം പിന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവരങ്ങനെ എല്ലാ വർഷവും ആ പ്രവൃത്തി ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിരുശീലയിൽ കൂടെയല്ല യേശു കടന്നുപോയത്, ആകാശത്തിൽ കൂടെയാണ് യേശു കടന്നുപോയത്. 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. യേശു ഒരേ സമയത്ത് തന്നെ മനുഷ്യപുത്രനുമാണ്, അപ്പോൾ തന്നെ ദൈവപുത്രനുമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഈ കടന്നുപോയ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സദാസമയം പക്ഷപാതം ചെയ്യുന്നു. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളെപ്പോലെ ഒരുവനായിരുന്നു കൊണ്ട്, യേശു മനുഷ്യപുത്രനും ആയിരുന്നു കൊണ്ട് മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളിൽ കൂടെ യേശു കടന്നുപോയി. എന്നാൽ ഒരിക്കൽ പോലും യേശു പാപം ചെയ്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന്റെ മൂല ഭാഷയിലുള്ള തർജ്ജിമയിലേക്ക് വരുമ്പോൾ, തർജ്ജിമയുടെ മൂലഭാഷയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് കേൾക്കുന്നു. അതായത് ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ ആസ്പെക്ട് ആസ് വി ബട്ട് നെവർ ഡിഡ് സിൻ. നമ്മെപ്പോലെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല എന്നുള്ളതാണ് അങ്ങനെ ആ പരിഭാഷയെ കാണുന്നത്. നമ്മൾ മലയാള ബൈബിളിൽ വായിക്കുമ്പോൾ പാപം ഒഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ഭാഗം കാണുന്നുണ്ട്. അതല്ല, ആ ഭാഗം പാപം ഒഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല എന്നുള്ളതാണ് യഥാർത്ഥ തർജ്ജിമയെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എൻ്റെ 5-ാമത്തെ അധ്യായം മുതലാണ് ഇന്ന് 5-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാനത് വായിക്കുന്നു. ഇങ്ങനെയാണ് എഴുതിയത്: മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥതയ്ക്ക് വേണ്ടി ആണ് എടുക്കപ്പെടുന്നത്. അത് യേശുവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് യേശുവും ദൈവിക കാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഉള്ള പക്ഷപാതം ചെയ്യുന്നതിന്, മനുഷ്യർക്ക് വേണ്ടി യാഗം കഴിക്കുന്നതിന് വേണ്ടി യേശുവും ലേവ്യ പൗരോഹിത്യത്തിലുള്ള മഹാപുരോഹിതന്മാരെ പോലെ യേശുവും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പം ലേവ്യ പൗരോഹിത്യത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പ്, ആദ്യത്തെ മഹാപുരോഹിതനായിരുന്ന അഹരോനെ ദൈവമാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ യേശുവിനെയും അത്യുന്നതനായ ദൈവം തന്നെയാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു: നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായിരിക്കുന്നു എന്നും ഉള്ള പരാമർശങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ നാം കാണുകയുണ്ടായി. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന മഹാപുരോഹിതന്മാര് ഉണ്ട്. യേശുവും അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് യേശു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മെപ്പോലെ ഒരുവനായിരുന്നു കൊണ്ട് യേശുവിനെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തത് അത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. എന്ന് വെച്ചാൽ മൽക്കീസേദെക്കിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണുകയുണ്ടായി. മൽക്കീസേദെക്കിന്റെ പ്രത്യേകത
അവന് ജീവാരംഭമില്ല, ജീവാവസാനമില്ല, മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. അപ്പോ ദൈവപുത്രന്റെ തുല്യനായി എന്നേക്കും മഹാപുരോഹിതൻ ആയിരിക്കുന്നു. ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ മൽക്കീസദേക്കിനെ പോലെ ഒരിക്കലും അവസാനിക്കാത്ത, ജീവ ആരംഭവും ജീവ അവസാനവും ഇല്ലാത്ത, വംശാവലി ഇല്ലാത്ത ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതൻ കർത്താവ് യേശു ക്രിസ്തു ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഈ യേശു ക്രിസ്തുവിന്റെ വിസ്താര സമയത്ത് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ നാം ഒരു കാര്യം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ 65-ാമത്തെ വാക്യത്തിൽ നാം ഒരു വസ്തുത കാണുന്നുണ്ട്. അവിടെ യേശുവിനെ കുറിച്ച് നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് മഹാപുരോഹിതൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആകുന്നു എന്ന് യേശു പറഞ്ഞ സമയത്ത് മഹാപുരോഹിതൻ വസ്ത്രം കീറി എന്ന് നമ്മളോട് കാണുന്നു, എഴുതിയിരിക്കും. മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറി. ലേവ്യ പുസ്തകം നാം പഠിക്കുമ്പോൾ ഒരിക്കലും അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ട മഹാപുരോഹിതൻ ഒരിക്കലും തന്റെ മുടി പിച്ചിപ്പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുത് എന്ന് വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ നിയമം അവിടെ അനുശാസിക്കുന്നു. എന്നാൽ ഈ മഹാപുരോഹിതൻ ചെയ്തത് തന്റെ വസ്ത്രം കീറി. അത് വാക്കും ഭാഷണവും കൂടാതെ അത് തെളിവാക്കുന്ന ഒരു കാര്യം, ലേവ്യ പൗരോഹിത്യം ഇതിനാൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ആ മഹാപുരോഹിതൻ ആ പ്രവർത്തനത്തിൽ കൂടെ അറിഞ്ഞോ അറിയാതെ തെളിയിച്ചിരിക്കുന്ന വസ്തുത. തന്റെ വസ്ത്രം കീറി, തന്റെ വസ്ത്രം കീറി. ഇനി ലേവ്യ പൗരോഹിത്യം ഇതിനോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്നുള്ള സത്യമാണ് താൻ അവിടെ ആ പ്രവർത്തനത്തിൽ കൂടെ വിളിച്ചു പറയാനിടയായി. രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാര്യം കാണുന്നു. 5-ന്റെ 2-ാമത്തെ വാക്യം, താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീന നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും ബലഹീനത പൂണ്ടവനാണ്. താനും ബലഹീനത പൂണ്ടവനാണ്. അതുകൊണ്ട് തന്നെ വഴി തെറ്റിപ്പോകുന്നവരോടും അറിവില്ലാത്തവരോടും സഹതാപം കാണിപ്പാൻ കഴിയേണ്ടവനാണ്. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത നാം മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ലേവ്യ പൗരോഹിത്യ പ്രകാരം മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന എല്ലാ മഹാപുരോഹിതന്മാരും തനിക്ക് വേണ്ടി യാഗം കഴിക്കേണ്ടവരായിരുന്നു. യേശു ക്രിസ്തുവിനെ നമ്മൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എന്ന പോലെ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മിൽ ഒരുവനെ പോലെ ആയിരുന്നുകൊണ്ട് യേശുവിനെ ദൈവം മഹാപുരോഹിതനായി നിയമിച്ച സമയത്ത് നമ്മുടെ എല്ലാ ബലഹീനതകളും യേശു ക്രിസ്തുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. താനും എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മറ്റ് അഗ്രവന്യ പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നത് അവർ ബലഹീനത പൂണ്ടവരായിരുന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നത് യേശുവിന് ബലഹീനത ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്രവന്യ പൗരോഹിത്യത്തിൽ ഉള്ള മഹാപുരോഹിതന്മാർക്ക് അവർ ബലഹീനത ഉള്ളവരായിരുന്നു കൊണ്ട് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി അവർ യാഗം കഴിക്കാൻ ആവശ്യമുള്ളവരായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ അങ്ങനത്തെ ബലഹീനതകൾ ഇല്ലാത്തവനായിരുന്നു കൊണ്ട്, തികഞ്ഞവനായിരുന്നുകൊണ്ട് തനിക്ക് വേണ്ടി യാഗം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ യേശു ക്രിസ്തു കഴിച്ച യാഗം നമുക്ക് വേണ്ടിയായിരുന്നു. തനിക്ക് വേണ്ടി തന്നെ യാഗം കഴിക്കേണ്ട ആവശ്യം യേശുവിനില്ലായിരുന്നു. 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവരവനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് പിടിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനം കഴിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു.
കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഭാഗികമായിട്ട്, കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോ എല്ലാ സമയത്തും ഉറച്ച നിലവിളിയും കണ്ണുനീരോടും കൂടി അഭിയാചനം കഴിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. യേശുക്രിസ്തു ലഭിച്ച ഉത്തരം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ പോലുള്ള ഒരു ഉത്തരമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അല്പമായി ചിന്തിക്കുണ്ടായി. യേശുവിന്റെ ഗത്സമനയിൽ വെച്ച് യേശുക്രിസ്തു പറഞ്ഞു, പിതാവായി കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കി കളയുമെങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ സമ്പൂർണമായി യേശുക്രിസ്തു സമർപ്പിച്ചു. ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന പിതാവ് കേട്ടു. ആ കേട്ടത് പാനപാത്രം മാറ്റിക്കൊടുത്തുകൊണ്ട് അല്ല, നേരെ മറിച്ച് പാനപാത്രം താൻ കുടിക്കുന്നതിന് വേണ്ടി, തന്നെ ശക്തീകരിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ചുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയത്. ഇതിൽ നിന്ന് പലപ്പോഴും ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഇതിൽ നമ്മളുടെ പങ്കാളിത്തം എന്താണ്, അത് നമുക്ക് ഇതെങ്ങനെ ആപ്ലിക്കബിൾ ആകും, നമ്മളുടെ ജീവിതത്തിൽ ഇതെങ്ങനെ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. അല്ലാതെ അത് യേശുക്രിസ്തുവിന്റെ കാര്യവും അതേ സമയത്ത് തന്നെ ആ സഭയിലുണ്ടായിരുന്ന എബ്രായ ക്രിസ്ത്യാനികളുടെ കാര്യം ആയിരിക്കുന്നത് പോലെ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? നമ്മൾ യേശുക്രിസ്തുവിന്റെ ആ കരച്ചിലിന്റെ വിലാപത്തിന്റെയും നിലവിളിയുടെയും ഉത്തരം പിതാവ് കൊടുത്ത പോലെ നമ്മളും പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നവരാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യത്തിനു വേണ്ടി നിലവിളിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന പോലെ അല്ല പലപ്പോഴും ദൈവം നമ്മൾക്ക് ഉത്തരം തരുന്നത്. ആ ദൈവത്തിന്റെ ഹിതപ്രകാരം ആണ് ദൈവം ഉത്തരം തരുന്നത്. അത് നമ്മുടെ പ്ലാൻ പ്രകാരമാണ് ദൈവം നമുക്ക് ഉത്തരം തരുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ ഒരു വിധത്തിലും സാധ്യതയില്ലാത്തത് കൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഉത്തരങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഉത്തരങ്ങളായിരിക്കും. അത് ആണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത്. നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിക്കപ്പെടുവാൻ നമുക്ക് വേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഹിതപ്രകാരം ദൈവം തരുന്നതല്ല, നേരെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം തരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അതിന്റെ അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം 10ാമത്തെ വാക്യം, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ആണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ, മൽക്കീസദേക്കിന്റെ രീതി എന്ന് പറഞ്ഞാൽ, മൽക്കീസദേക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് അവസാനമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ക്രമമാണ് മൽക്കീസദേക്കിന്റെ ക്രമം. അതിന്റെ അടുത്ത വാക്യത്തിലെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ എബ്രായ ക്രിസ്ത്യാനികളുടെ അവരെ തിരുത്തുന്നതിന് വേണ്ടി, അവരെ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു ലേഖനമായതുകൊണ്ട് അവർക്ക് ആണ് ഇതിൽ പങ്കാളിത്തം എന്ന് ഒരിക്കലും നാം ധരിച്ചു പോരുന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കൊണ്ടത് ആയിരിക്കൊണ്ട് തെളിയിച്ചു തരുവാൻ പ്രയാസമാണ്. ഇത് പ്രിയ സഹോദരി സഹോദരന്മാരെ, അന്നത്തെ മാത്രം ഒരു കാര്യമല്ല, ഇന്ന് വളരെ പ്രസക്തമായ ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. ഇവിടെ വായിച്ചത്, ഞങ്ങൾക്ക് അപ്പോസ്തലന്മാർക്ക് അവന്റെ അപ്പോസ്തലന് ഇതിനെക്കുറിച്ച് വളരെ പറയാനുണ്ട്, എന്നാൽ കേൾക്കാൻ ആളില്ല. യഥാർത്ഥമായ സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, യഥാർത്ഥമായ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ആള് കൂടിവരവ് വളരെ കുറവാണ്. യഥാർത്ഥമായ സുവിശേഷം കേൾക്കാൻ ആള് വളരെ വിരളമായി. എന്നാൽ അത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ മറ്റൊരു സുവിശേഷവും മറ്റൊരു ആത്മാവും മറ്റൊരു യേശുവും ഉള്ളിടത്ത് എണ്ണാൻ പറ്റാത്ത അത്ര ആൾ തഴിച്ചു കൂടുന്നുണ്ട്. ഇത് ആ കാലത്ത് മാത്രമല്ല, ഈ കാലത്തും ഒരു വസ്തുതയാണ്. അത് നമുക്ക് തെളിയിച്ചു തരണമെങ്കിൽ
യഥാർത്ഥ സത്യസുവിശേഷം കേൾക്കാനുള്ള താല്പര്യം നമ്മൾക്ക് വേണം. ആ താല്പര്യം നമ്മൾ കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് ഇത് തെളിയിക്കപ്പെടാന് നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ അല്ല, നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ആത്മാവിലും ഇത് എഴുതപ്പെടാൻ പ്രയാസമുണ്ട്. ഇന്ന് തീമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കെട്ടുകഥ കേൾക്കാനും എന്താ പറയുന്നത് കോമഡി കേൾക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. ദൈവവചനമാണ് എന്നുള്ള വ്യാജേന ദൈവവചനം ആണെന്നുള്ള നോട്ടീസ് ദൈവവചനം പ്രസംഗിക്കുന്നൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ വചനം ഒട്ടുമില്ല. എന്നാൽ മനുഷ്യനെ ചിരിപ്പിക്കുകയും അങ്ങനെ വികാരത്തിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി മാജിക്കുകൾ പോലെ കോമഡികളൊക്കെ ഒത്തിരി കേൾക്കാറുണ്ട്. യഥാർത്ഥമായ സത്യസുവിശേഷം കേൾക്കാൻ വളരെ വിരളമാണ്. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഇത് തെളിയിച്ചു തരാൻ വിഷമമാണ്. അന്ന് മാത്രമല്ല ഇന്നും ഇതൊരു വസ്തുതയാണ് ഞാൻ പറഞ്ഞു മാത്രം. അതിന്റെ അടുത്ത വാക്കുകൾ എഴുതിയിരിക്കുന്നു, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കും. നീണ്ട വർഷങ്ങളായി നാം ഓരോരുത്തരും എത്രയോ വർഷങ്ങളായി ഈ ദൈവവചനത്തിന്റെ പഠിപ്പിക്കൽ കേട്ടവരും കേൾക്കുന്നവരും, അഥവാ നാം രക്ഷിക്കപ്പെട്ടവരും മാനസാന്തരപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. ഒരുപാട് വർഷങ്ങളാണ് ജീവിക്കുന്നത്. അപ്പൊ കാലം നോക്കിയാല് നമ്മളിപ്പോ ആരായിരിക്കണം? അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, കാലം നോക്കിയാല് നിങ്ങളിപ്പോ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിരിക്കണം. എന്നാൽ ഇപ്പോഴും ഇവർക്ക് എന്ത് വേണം? കട്ടിയുള്ള ആഹാരമല്ല, പാലെത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കും. പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയം ഇല്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കൊരിന്ത്യലേഖനത്തിലും ഇതേ മാതിരിയുള്ള ഒരു പരാമർശം നാം കാണുന്നുണ്ട്. അവിടെ ശിശുക്കളുടെ ഒരു പ്രത്യേകത അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതി. അവര് നിങ്ങളിൽ ഈർഷ്യവും, കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകരും ശേഷം മനുഷ്യരെ പോലെ ഉള്ളവരും അല്ലയോ? കൊരിന്തിലെ സഭാവിശ്വാസികളെ നോക്കിയിട്ട് ദൈവവചനത്തിൽ വളരെ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന, കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന ആ കൊരിന്ത് സഭയിലുള്ള വിശ്വാസികളെ നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങളിൽ ഈർഷ്യയും പിണക്കവും ഉണ്ട്. നിങ്ങൾ ഈർഷ്യയും പിണക്കവും നിങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരാണ്, ശേഷം മനുഷ്യരെ പോലുള്ളവരാണ്, നിങ്ങൾ ശിശുക്കളാണ്. അപ്പോ അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കും കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പ്രശ്നമുണ്ട്, പാലാണ് അവർക്കും വേണ്ടത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതാണ്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ഇതിന്റെ ബാലപാഠങ്ങൾ, ഇതിന്റെ എന്താ പറയുന്നത്, നമ്മള് LKG UKG ക്ലാസ്സിലെ പോലെ തന്നെ ABCD അല്ലെ 1 2 3 ഇതൊക്കെയാണ് ഇപ്പോഴും ആവശ്യമായി വന്നിരിക്കുന്നത്. നീണ്ട വർഷങ്ങളായി ഈ ദൈവ വഴിയിൽ വന്നിട്ട് ദൈവമക്കളായി തീർന്നിട്ട് ഇപ്പോഴും പക്ഷെ പാലാണ് ആവശ്യമായിരിക്കുന്നത്. അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കട്ടിയുള്ള ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിയില്ല. കട്ടിയുള്ള ആഹാരം കഴിക്കണമെങ്കിൽ, കട്ടിയുള്ള ആഹാരം നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് വളരെ പെട്ടെന്ന് ദഹനക്കേടുണ്ട്, അവർക്ക് അത് ദഹിക്കാനുള്ള കഴിവ് അവർക്കില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഈ വളർച്ച ഇല്ലാത്തവരെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നു, അവർക്ക് പാലാണ് ഇപ്പോഴും വേണ്ടത്. കട്ടിയുള്ള ആഹാരം കഴിക്കാൻ അവർക്ക് പ്രാപ്തിയായിട്ടില്ല. ഇത് കട്ടിയുള്ള ആഹാരം ആർക്കാ പറ്റുന്നത്? നമ്മുടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയം ഇല്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയം ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ. നമുക്കറിയാം, മനുഷ്യർക്ക് 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യർക്കുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ അതിന്
ലളിതമായിട്ട് പറയാം പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങളാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖാന്തരമാണ് നമ്മൾ കാലാവസ്ഥ അറിയുന്നു, തണുപ്പാണോ ചൂടാണോ, പിന്നെ രുചി അറിയുന്നു. ഇങ്ങനെയെല്ലാം നമ്മൾ അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം. അവിടെ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് നമുക്ക് അറിവുള്ളത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ഒരു 6ാമത്തെ വേറൊരു ഇന്ദ്രിയത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. കട്ടിയുള്ള ആഹാരം കഴിക്കണമെങ്കിൽ ഒരു ഇന്ദ്രിയം വേണം. അത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതിന് നമുക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് വേറെ ഒരു ഇന്ദ്രിയം വേണം. ആ ഇന്ദ്രിയം എങ്ങനെ കിട്ടും? ഏതാണ് ആ ഇന്ദ്രിയം എന്നോട് പറയുന്നത്? ആ ഇന്ദ്രിയം തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ. പ്രായം തികഞ്ഞവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് 60 70 വയസ്സായതിനെ കുറിച്ചല്ല. ആ മോളിൽ പറഞ്ഞിരിക്കുന്നത് പ്രായത്തിന്റെ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ പ്രായം നോക്കിയാൽ നിങ്ങളിപ്പോ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, പാലാണ് ഇപ്പോഴും വേണ്ടത്. അതേ ആശയത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രായം തികഞ്ഞവർക്കേ പറ്റൂ എന്ന് പറയുമ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ പാലല്ല, കട്ടിയുള്ള ആഹാരം കഴിക്കാനുള്ള പ്രാപ്തിയെക്കുറിച്ചാണ് പ്രായം തികഞ്ഞവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ആ പ്രാപ്തി 70 80 വയസ്സെന്നുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടികളുടെ പ്രകാശനം അനുസരിച്ചാണ് നമുക്കത് ലഭിക്കുന്നത്. അതിന് ഉള്ള പ്രായം എന്ന് പറയുന്നത് കട്ടിയുള്ള പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം വളർന്നിട്ട് കട്ടിയുള്ള ആഹാരം കഴിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്നില്ല എന്നതിന്റെ കാരണം മോളിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ എന്താണ് കാരണം? അതിന്റെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ പറയാനുണ്ട്, എന്നാൽ നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരാണ്. ദൈവവചനത്തെ കുറിച്ച് വലിയ താല്പര്യം തീരെയില്ല. നമ്മൾ ദൈവത്തിന്റെ വചനത്തില് ഒരു ഭാഗത്ത് വായിക്കുന്നല്ലോ, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരാൻ വേണ്ടി ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ഏറ്റവും നമ്മൾ പലപ്പോഴും സാധാരണഗതിയിൽ ഒരു ആവറേജ് ദൈവമക്കളായി തീർന്ന വിശ്വാസി എന്ന പേരുള്ള ഒരു മനുഷ്യൻ അവഗണിക്കുന്ന ഏറ്റവും അവഗണിക്കുന്ന ഒരു കാര്യം ദൈവവചനത്തെ കുറിച്ചുള്ള അറിവ്, കേൾവി, ചിന്ത, വായന, ഇതൊക്കെയായിരുന്നു. നിങ്ങളും ഞാനും പലപ്പോഴും ഒരു സത്യം കണ്ടിട്ടുണ്ട്. പലപ്പോഴും മീറ്റിങ്ങുകൾക്ക്, പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക് ഇരിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് പാട്ട് പാടും, കൈയും കൊട്ടി പാട്ടൊക്കെ പാടുന്നവര് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏതെങ്കിലും സഹോദരൻ അല്ല ആരെങ്കിലും പ്രവേശിച്ചാൽ വളരെ പെട്ടെന്ന് നല്ലവണ്ണം കൂർക്കം വലിച്ചിരുന്ന് ഉറങ്ങുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന കാര്യം ഈ ദൈവവചനത്തെ കുറിച്ചുള്ള നമ്മുടെ ശുഷ്കാന്തിയും താല്പര്യവും ഒക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ നാം കാണുന്നു, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും. അങ്ങനെയുള്ള വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നിട്ട് വെറും കെട്ടുകഥകളല്ല, മുത്തശ്ശി കഥകളല്ല, നേരെ മറിച്ച് യഥാർത്ഥമായ മായം ഇല്ലാത്ത ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിച്ചു തരട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കാനുള്ള ഇന്ദ്രിയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുള്ളൂ. അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത് 6ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ 1ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് എന്തുകൊണ്ട് ഈ പാല് കുടിക്കുന്ന പരുവത്തിൽ നിന്ന്, പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കട്ടിയുള്ള ആഹാരം കഴിക്കാൻ നാം പ്രാപ്തരായി തീരണം. അങ്ങനെ തീരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണമെന്നിവിടെ അടുത്തെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനമിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കാം. ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവീകമായ കാര്യങ്ങളുടെ
സ്ട്രോങ് ഫൗണ്ടേഷൻ, ഉറപ്പുള്ള അടിത്തറകളാണ്. എന്നാൽ ആ അടിത്തറകൾ മാത്രം, അടിസ്ഥാനം മാത്രം എല്ലാ സമയത്തും പിന്നെയും പിന്നെയും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ കെട്ടിടം പണിയുവാണെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടു. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പിന്നെയും അതിന്റെ ഫൗണ്ടേഷനാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അടിസ്ഥാനമായിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് കാര്യമായ എന്തോ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് തന്നെ അത് അറിയാം. എന്നാൽ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നിർബന്ധമാണ് താൻ. നമ്മുടെ കെട്ടിടം എത്രത്തോളം വലിപ്പമുള്ളതാണോ, എത്രത്തോളം ഉയരത്തിൽ പണിയാൻ നാം ആഗ്രഹിക്കുന്നോ, അത്രത്തോളം ശക്തമായ ഒരു അടിത്തറ നിർബന്ധമായും ആവശ്യമാണ്. എന്നാൽ ഈ അടിത്തറയുടെ മേലെ യാതൊരു പണിയും നടക്കുന്നില്ല എങ്കിൽ ഈ അടിസ്ഥാനം ഇട്ടത് കൊണ്ട് മാത്രം യാതൊരു പ്രയോജനമില്ല. കർത്താവ് യേശു ക്രിസ്തു തന്നെ അത് പഠിപ്പിക്കുകയുണ്ടായി, പറയുകയുണ്ടായി, പ്രസംഗിക്കുകയുണ്ടായി. നമ്മളൊരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ അത് പണിയാനുള്ള പ്രാപ്തി നമുക്കുണ്ടോ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ അതിന്റെ അടിത്തറ മാത്രം ഇട്ടു, അടിസ്ഥാനം മാത്രം ഇട്ടിട്ട് അത് ഇങ്ങനെ കാടും പടലൊക്കെ പിടിച്ചു കിടക്കുമ്പോൾ വഴിയെ പോകുന്ന അത് കണ്ടിട്ട് പുച്ഛിക്കാനിടയാവും, ചിരിക്കാനിടയാവും എന്നുള്ള ഒരു രീതിയിലുള്ള പരാമർശം കർത്താവ് യേശു ക്രിസ്തു പറയുകയുണ്ടായി. അപ്പൊ നമ്മുടെ പണി, നമുക്ക് പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പണി എത്രത്തോളം വലിപ്പമുള്ളതും വിസ്തൃതമുള്ളതും ഉയരമുള്ളതും ആയിരിക്കണം എന്നുള്ള ഒരു നിഗമനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനനുസൃതമായ ഒരു അടിത്തറ നമ്മൾ നിർബന്ധമായിട്ടും ഇടേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ അടിത്തറ മാത്രം എല്ലാ സമയത്തും ഇട്ടിട്ട് അതിന്റെ മുകളിൽ യാതൊരു പണി നടക്കാതിരിക്കുകയാണെങ്കിൽ നാം എത്ര വർഷമായിട്ടും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 60-70 വയസ്സായിട്ടും ഇപ്പോഴും നാം പാല് കുടിക്കുന്ന അവസ്ഥയിലാണ് ആയിരിക്കുന്നത് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലോട്ടുള്ള പണി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അടിസ്ഥാനങ്ങൾ നിർബന്ധമായിട്ടും വേണം. അത് പിന്നെയും അടിസ്ഥാനം ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അങ്ങനെ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വളരെ ശുഷ്കിച്ചതും വളരെ നിഷ്പ്രയോജനവുമായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിന്റെ പരിജ്ഞാന കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരിച്ചായിട്ട് പിടിച്ചടക്കുന്നു എന്ന് താൻ പറയുകയുണ്ടായി. അതിനുശേഷം താൻ ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ഈ ലോകത്തിലുള്ള ദൈവികമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ചപ്പാണെന്ന് നമുക്ക് എണ്ണാൻ കഴിയണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമുക്ക് കൂടിയേ തീരും. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനത്തിലേക്ക് വന്നാൽ മാത്രമേ, പരിജ്ഞാന പൂർത്തിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ക്രിസ്തുവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവികമായി താരതമ്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും ചപ്പും ചോറുമാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തിയിലേക്ക് വരാൻ ഉത്സാഹിക്കുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം താൻ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണാനിടയായി. നമുക്കും അങ്ങനെ എണ്ണണമെങ്കിൽ, ഈ ലോകത്തിലുള്ള എല്ലാം ചപ്പെന്നും ചവറെന്നും നമുക്ക് എണ്ണണമെങ്കിൽ തീർച്ചയായും നാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. അതിനുള്ള ഏക മാർഗം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണമെങ്കിൽ നമ്മൾ ദൈവവചനത്തെ കുറിച്ച് നാം മുമ്പേ പറഞ്ഞതുപോലെ ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൽ കൂടിയെത്തി. ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം എന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ഒരു വിശപ്പും ദാഹവും നമുക്ക് കുറഞ്ഞു പോകുന്നു എങ്കിൽ അത് കാണിക്കുന്ന കാര്യം നമ്മൾ ശിശുക്കളായി തന്നെ എല്ലാ കാലത്തും നാം തുടരാനിടയിൽ സാധ്യതയുണ്ട്. നാം ആ വളർച്ചയിലേക്ക്, പുരുഷത്വത്തിലേക്ക് വളരാൻ നമുക്ക് താല്പര്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ദൈവവചനത്തെ കുറിച്ചുള്ള കേൾവിക്കും സ്വയ പരിശ്രമത്തിനും മറ്റുള്ള ആരും പഠിപ്പിക്കാതെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്, മറ്റൊരു മനുഷ്യരിൽ കൂടെ അല്ലാതെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തെ
തരാൻ മറ്റാരേക്കാൾ കൂടുതൽ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രമേ തരാൻ കഴിയൂ. ആ ആഗ്രഹം പോലും നമ്മുടെ ജീവിതത്തിൽ തരുന്ന ദൈവമാണ്. ദൈവം അങ്ങനെ ഒരു ആഗ്രഹം തരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച ദൈവം കാണുന്നുണ്ട്. അങ്ങനെ വാഞ്ചയുള്ളവർക്ക് തീർച്ചയായും ദൈവം നൽകി തരും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ശൈശവ അവസ്ഥയിൽ നിന്ന് പുരുഷത്വത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയും. കട്ടിയുള്ള ആഹാരം കഴിപ്പാൻ നമുക്ക് കഴിയും. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അതിന്റെ 4-ാമത്തെ വാക്യം 4, 5, 6 വാക്യം ഞാൻ വായിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവൻ ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പ്രകാശം അയച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, ദൈവം ചെയ്ത പ്രവൃത്തി. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അതുപോലെ തന്നെ അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടിരുന്ന പിശാചിന്റെ സ്വാധീനത്തിലായിരുന്ന അല്പം പോലും പ്രകാശമില്ലാതിരുന്ന വെളിച്ചമില്ലാതിരുന്ന നമ്മളുടെ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് വെളിച്ചം പകർന്ന് നമ്മളെ പ്രകാശിപ്പിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ പ്രകാശം ലഭിച്ചു. അത് എത്രയോ വർഷങ്ങൾക്ക് അപ്പുറത്തായിരിക്കാം, അല്ലെ അടുത്ത സമയത്തായിരിക്കാം. ഏതോ ഒരു സമയത്ത് ഒരിക്കൽ പ്രകാശം ലഭിച്ചു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചു. സ്വർഗീയ ദാനം, സ്വർഗത്തിൽ നിന്നുള്ള ദാനമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ദൈവത്തിന്റെ നല്ല വചനം നമുക്ക് പ്രാപിക്കാനിടയായി, കേൾക്കാനിടയായി, ഗ്രഹിക്കാനിടയായി, വിശ്വസിക്കാനിടയായി. അങ്ങനെ ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവൻ ലോക അപവാദം വരുത്തുന്നവരായാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പൊ ഇങ്ങനെല്ലാം ചെയ്യുന്നവർക്ക് പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ടോ? അത് 100% പിന്മാറിപ്പോവാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ എല്ലാം അനുഭവിച്ച് ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ, അപ്പൊ പിന്മാറാനുള്ള എല്ലാ സാധ്യതകളും ഒരു ദൈവ പൈതൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ട്. സാധ്യതകളുണ്ട്, പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിന്മാറിപ്പോയാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അവിടെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന കാര്യം, അവർ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരാണ്. അവരെ പിന്നെ മാനസാന്തരത്തിൽ പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും എരിഞ്ഞിലും മുളപ്പിച്ചെങ്കിലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ചുട്ടുകളയത്ര എന്റെ അവസാനം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന ശപിക്കപ്പെട്ട ഭൂമി, ആ ശപിക്കപ്പെട്ട ഭൂമിയിലാണ് മുള്ളും എരിഞ്ഞിലും മുളയ്ക്കാനിടയായത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവന് ഉപയുക്തമായ സസ്യാദികളെ മുളപ്പിക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്ന മുള്ളും എരിഞ്ഞിലും മുളപ്പിക്കുമെങ്കിലോ ശാപത്തിനടുത്തും ചുട്ടുകളയുകയാണ് അതിന്റെ അവസാനം എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മളിൽ ആർക്കും അങ്ങനെ ഉണ്ടാവാൻ ഇടയാകട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിച്ചവരാണ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ നല്ല വചനങ്ങളെ കൈക്കൊണ്ടവരാണ്.
ദൈവത്തിന്റെ പൈസാൽമ പ്രാപിച്ചവരാണ്. അങ്ങനെയുള്ള നമ്മൾ ആരും പിന്മാറിപ്പോവാൻ ഇടവരാതെ ദൈവം നമ്മളെ കാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ.